ഹലോ, ഇന്നത്തെ ഒരു വിഷയം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് പരിപാടി ചെയ്യുന്ന ചില ആൾക്കാരുടെ ലൈഫിൽ പറ്റിപ്പോകുന്ന ചില അബദ്ധങ്ങളും അതെടുത്തിട്ട് വെച്ച് ട്രോൾ ചെയ്യുന്ന ചില ആൾക്കാരെ പറ്റിയാണ്. അതെന്താ ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നോക്ക്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് 10 മിനിറ്റ്, ഇപ്പം എന്നെ നിങ്ങൾ കാണുന്നത് ഒരു അരമണിക്കൂറായിരിക്കും കൂടി വന്നാൽ എൻ്റെ ഒരു ലൈവ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാനിടുന്ന വീഡിയോസ് വഴിയുമൊക്കെ കുറച്ച് നേരം അതെൻ്റെ പോഡ്കാസ്റ്റ് ടൈപ്പ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് കേട്ടിരുന്നിട്ട് പോകേണ്ട കാര്യമേ ഉള്ളൂ. മാക്സിമം നിങ്ങൾ എൻ്റെ മാല നോക്കുമായിരിക്കും, അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ പാറ്റേൺ നോക്കുമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ മുടിയിരിക്കുന്നതെന്ന് നോക്കുമായിരിക്കും, അല്ലെങ്കിൽ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളെ പറ്റി പറയും, അല്ലേ? അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അതേസമയം ഈ ഡെയിലി വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് കുറേ കാര്യങ്ങൾ അവർ അറിയാതെയൊക്കെ അവർ പറയുന്നുണ്ടാകാം, പറയേണ്ടി വരും, അല്ലേ? ചില സമയത്ത് അങ്ങനെയൊക്കെ വരുമായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താവുമെന്ന് വെച്ചാൽ ആളുകൾ ദിവസവും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ഭാര്യയെയോ കുട്ടികളെയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ്ങിൻ്റെ സമയം കഴിയുമ്പം അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന്, ആ ക്യാമറയുടെ ബിഹൈൻഡിൽ എങ്ങനെയായിരിക്കും നമുക്കറിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ അവരെ കളിയാക്കരുത്. കാരണം അവർ പല സമയങ്ങളിലും, ഇപ്പം ഫോർ എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് കെ ഫാമിലി, അല്ലേ? കൃഷ്ണകുമാറും സിന്ധുവിൻ്റെയും ഫാമിലി. കൃഷ്ണകുമാർ പല സ്ഥലത്തും വളരെ നേരെയായിട്ട് സംസാരിക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടൊക്കെ അദ്ദേഹം കറക്റ്റായിട്ടാണ് പറയുന്നത്, പക്ഷെ അതിനെ എടുത്ത് വളച്ചൊടിച്ച് തിരിച്ചൊടിച്ച് പറയും, അല്ലേ? പല രീതിയിലും ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ അവരെയും കൊണ്ട് ജീവിക്കുന്ന കുറേ ഇത്തിൽക്കണ്ണികളാണ് ഈ പറഞ്ഞ പോലെ വേറെ വീഡിയോസ് ചെയ്യുന്നവർ. അത് അവരുടെ ഓരോരുത്തരും ഓരോ പ്രൊഫഷൻ ചൂസ് ചെയ്ത് അതിൽ നിന്ന് പണമുണ്ടാക്കുമ്പോൾ ആരും അസൂയപ്പെടരുത്. ഇപ്പം റിയാക്ഷൻ വീഡിയോസ് ഇടുന്നവരും അങ്ങനെ ആയിരിക്കാം പണമുണ്ടാക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങളിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യരുത് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഒരു യൂട്യൂബ് നടത്തുന്ന നല്ലൊരു ചെറുപ്പക്കാരനാണ്. ഞാൻ അയാളുടെ യൂട്യൂബ് ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ, സത്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വക്കീലിൻ്റെ ഒരു ചെറിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കണ്ടു. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ ഇത്തരത്തിലുള്ള ഫാമിലി വിഷയങ്ങളൊക്കെ ഡിസ്കഷൻ ആക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ശരിയാണ്, എന്തിനാണ് നമ്മൾ ഈ മറ്റുള്ളവരുടെ ഫാമിലി പ്രോബ്ലംസ് എടുത്തു വെച്ച് അലക്കുന്നത്, അല്ലേ? ഇപ്പം എനിക്ക് എൻ്റെ കാര്യം പറയാനുള്ള അവകാശമുണ്ട്, ഞാൻ ചെയ്യാം. അതല്ലാതെ എൻ്റെ ഈ കാര്യം എടുത്തിട്ട്, ഞാൻ പറയുന്ന കാര്യം എടുത്തിട്ട് വേറെ ആൾക്കാരിങ്ങനെ പറയത്തില്ലേ, അയ്യോ അവർ ഭയങ്കര അത് കാണിക്കില്ല ഇത് കാണിക്കില്ല, ഇപ്പം എന്തായി, അങ്ങനെയൊക്കെ ചോദിക്കുന്ന കണ്ടിട്ടില്ലേ? ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം യൂണിവേഴ്സിന് കണ്ണും കാതും ഒക്കെ എപ്പോഴും തുറന്നിരിക്കുകയാണെന്നല്ലേ പറയണേ. ആ ഒരു മനുഷ്യൻ്റെ ഭാര്യ എങ്ങാണ്ട് ഒളിച്ചോടി പോയി അത്ര, ഏതോ ഒരു ഫേമസ് യൂട്യൂബറുടെ. ഞാൻ ആ യൂട്യൂബറേയും എനിക്ക് അറിഞ്ഞുകൂടെ, കാരണം നമ്മളുടേതായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റുകളല്ലായിരിക്കാം ചിലപ്പോൾ അയാൾ നോക്കുന്നത്, അതുകൊണ്ടായിരിക്കും ഞാൻ കാണാറില്ല. ഞാൻ കാണുന്ന യൂട്യൂബ് ചാനലൊക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഞാൻ കാണുന്നത് നിങ്ങൾക്കും കാണാം. ഞാൻ കാണുന്ന ചാനൽസ് ഇംഗ്ലീഷിലാണെങ്കിൽ മെൽ റോബിൻസ് കാണുന്നുണ്ട് കേട്ടോ. മെൽ റോബിൻസിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരെന്നെ പോലെ ഒരു അറ്റോർണി ആയിരുന്നു, വക്കീലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേ അവരുടെ ഭർത്താവിന് കുറേ ബിസിനസ്സൊക്കെ വന്ന് പൊളിഞ്ഞൊക്കെ പോയി. പിന്നെ അവർ തുടങ്ങിയതാണ് ഈ മോട്ടിവേഷൻ വീഡിയോസും ബുക്ക് എഴുത്തലും ഒക്കെ. അപ്പോൾ അവരെ എനിക്കിഷ്ടമാണ്. അവരുടെ ആ ഒരു ടൈപ്പ് ഓഫ് ചാനലൊക്കെ എനിക്കിഷ്ടമാണ്. അവരുടെ ബുക്കാണല്ലോ ഞാൻ പറഞ്ഞത് ലെറ്റ് ദം എന്ന് പറഞ്ഞത്. ആ ഒരു പ്രിൻസിപ്പിളിൽ കൂടി ജീവിക്കുന്നതുകൊണ്ടാണ് എനിക്ക് എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. കാരണം ലെറ്റ് ദം എന്ന് പറയുമ്പോണ്ടല്ലോ, നമ്മൾ ആൾക്കാർ എന്ത് ചെയ്താലും നമുക്ക് അഫക്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നതാണ് ലെറ്റ് ദം. അത്ര അല്ലെങ്കിൽ പോലും അഫക്റ്റ് ആയാൽ പോലും പോട്ടെ, ആരെന്ത് കാണിച്ചാലും അങ്ങനെ അങ്ങ് ആയിക്കോട്ടെ, എൻ്റെ കാര്യം എനിക്ക് നോക്കാൻ അറിയാം എന്ന് പറയുന്ന ഒരു ഫോർമുലയാണ് ഞാൻ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കത് ഇഷ്ടം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ സോറി, വീട്ടിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുന്നു, അതെല്ലാം വന്ന് നമ്മളിതിൽ പറയുമ്പോൾ ആ വീഡിയോസ് എടുത്തിട്ട് വേറെ ആൾക്കാർ പോയിട്ട് കണ്ടോ പണ്ട് ഇവരിങ്ങനെ പറഞ്ഞതാ, ഇന്നിപ്പോൾ ഇങ്ങനെ പറയുന്നു. ഞാൻ അതിന് എൻ്റെ തന്നെ ഒരു വീഡിയോയുടെ ഉദാഹരണം ഞാൻ പറയാം. കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ ശ്വേതാ മേനൻ ഒരു വീഡിയോ ചെയ്തു. ശ്വേതാ മേനൻ പറയുന്നുണ്ടായിരുന്നു, ഞാനൊരൊറ്റ പൈസ എടുത്ത് വെക്കില്ല, ഞാൻ എല്ലാം അടിച്ച് പൊളിച്ച് തീർത്തിട്ട് പോകും, ഒരൊറ്റ
പൈസ സബൈനയ്ക്ക് വെക്കില്ല. സബൈന എന്നോ അങ്ങാണ്ടാണ് അതിൻ്റെ മകളുടെ പേര്. കുഞ്ഞു കൊച്ചാണ്, 10-15 വയസ്സ്, 10 വയസ്സ് കാണുമായിരിക്കും അല്ലേ. കളിമണ്ണെന്ന് പറഞ്ഞ സിനിമയിലാണല്ലോ അത് ജനിച്ചത് തന്നെ ആ കുട്ടി. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു വീഡിയോ, ഇങ്ങനെ ചെറിയൊരു 2 മിനിറ്റ്. അവരതിൻ്റെ മുമ്പിലൊക്കെ വേറെ വല്ലതൊക്കെ പറഞ്ഞാണ്, വേറെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാവാം. ഒരു പക്ഷേ നമ്മൾ ഒരുപാട് കുട്ടികളെ പാമ്പർ ചെയ്ത് ഇങ്ങനെ എല്ലാം കാണിച്ചു കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അത് കാണുമ്പോൾ അവർ നല്ലപോലെ വർക്ക് ചെയ്യാതെ, കാര്യങ്ങൾ ചെയ്യാതെ അവർ അലസരായി പോകും എന്നുള്ളത് കൊണ്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞതെന്ന് ഒരു പക്ഷമുണ്ട് കേട്ടോ. പക്ഷേ പെട്ടെന്ന് നമ്മളിത് കേൾക്കുമ്പോൾ, ഈ 2 മിനിറ്റ് കേൾക്കുമ്പോൾ, ഇവരെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് പറയുമ്പോൾ എല്ലാവരും എന്താ വിചാരിക്കുക, അടിച്ചങ്ങ് പൊളിക്കുക അല്ലേ, എന്തിനു നാളത്തേക്ക് നോക്കുന്നതെന്ന് കരുതിയിട്ട് അങ്ങനെയും ധരിക്കപ്പെടാം. കാരണം ഈ പറയുമ്പോൾ അവർ ശ്വേതാമാനം പൈസയൊന്നും എടുത്ത് വെക്കുന്നില്ല, കണ്ടില്ലേ മകളുടെ കാര്യമൊക്കെ പറയുന്നത് കേട്ടില്ലേ, മോളൊക്കെ തന്നെ പണിയെടുത്തോളണമെന്നാണ്. അങ്ങനെ വെളിപ്പടയായിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ അവരെടുത്ത് വെക്കുന്നുണ്ടാവാം കേട്ടോ. കാരണം എന്താണെന്നറിയോ, അവർക്ക് അവരുടെ മകൾക്ക് എന്തെങ്കിലും കൊടുക്കാതെ അവർ പോവുമോ? പക്ഷെ ഞാൻ അതിൻ്റെ ഒരു റിയാക്ഷൻ പോലെ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, പക്ഷേ നമ്മുടെ മക്കൾക്ക് പിന്നെ നമ്മളല്ലാതെ ആരാ കൊടുക്കുക? എനിക്ക് അപ്പോൾ തോന്നിയത് അതാണ്. ആ സമയത്ത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പറയാം. നമ്മുടെ മക്കൾക്ക് നമ്മളല്ലാതെ പിന്നെ ആരാ കൊടുക്കുക? നമ്മൾ തന്നെ എടുത്തു വെച്ചാലല്ലേ അവർക്കും എന്തെങ്കിലുമൊക്കെ പിൽക്കാലത്ത് അവർക്ക് ഗുണമാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞേ. അതെനിക്ക് ആ റിയാക്ഷൻ കണ്ടപ്പോൾ, അന്ന് അവരാ പറഞ്ഞത് കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയത് അതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് കഴിഞ്ഞ് കുറേ ഇപ്പം 2-3 വർഷമായിരുന്നു, 2-3 കൊല്ലം ആയല്ലോ യൂട്യൂബ് ചാനൽ ഞാൻ നടത്തുന്നത്. ആ സമയത്ത് പറഞ്ഞത്. അപ്പം നമ്മൾ അങ്ങനത്തെ കണ്ടൻസ് എടുത്ത് ആ സമയത്ത് നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഹിമാലയത്തിൽ പോയി വന്നു കഴിഞ്ഞപ്പം ഞാൻ ആലോചിച്ചു, എനിക്ക് 5-6 ലക്ഷം രൂപയായിട്ടോ ഹിമാലയത്തിൽ പോയത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വയ്യാണ്ടൊക്കെ ആയില്ലേ, അതുകൊണ്ട് കുറേ എക്സ്പെൻസസൊക്കെ എക്സ്ട്രാ വന്നു, അങ്ങനെ കുറച്ച് പണിയൊക്കെ കിട്ടി പോട്ടെ. എന്നാലും അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ സ്വയം സമാധാനിച്ചത് എന്താണെന്നറിയാമോ, ഡൈ സ്പിരിച്വലി റിച്ച് കേട്ടോ, ഡൈ സ്പിരിച്വലി റിച്ച്, പക്ഷേ ഡൈ പുവർ ഇൻ അതർ വേ. അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കിൽ പൈസ ഇല്ലാണ്ട്, അതായത് ഡൈ പുവർ ഇൻ ദ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡൈ സ്പിരിച്വലി റിച്ച് എന്ന് ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് എഴുതിയിട്ടു. അപ്പം ഞാൻ എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ എഴുതിയതാണേ. അതെവിടെയോ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ ഈ ഫോൺ പിടിച്ചെടുത്തിട്ട് പിന്നെ ഉണ്ടല്ലോ ആരുടെയെങ്കിലും ടോക്ക് ഇങ്ങനെ വരും. നമ്മളിതിനെപ്പറ്റി ഇപ്പം ഞാൻ സംസാരിച്ചെന്ന് കരുതിക്കോ, അപ്പോൾ അതിനെപ്പറ്റി വേറെ ഏതെങ്കിലും ലാംഗ്വേജിലോ അല്ലെങ്കിൽ വേറെ US ഇരുന്നിട്ട് ആൾക്കാർ പറയണതൊക്കെ നമുക്ക് ഈ ആൽഗോരിതത്തിൽ കയറി വരും. പണ്ടത്തെ പോലെ അല്ലല്ലോ. വേൾഡ് ഈസ് എന്താ പറയുക, ഒരു വേൾഡ് ഈസ് ഓൺലി ഇൻ ദ ഫിസ്റ്റ് എന്ന് പറയും. ഇപ്പോൾ ഒരു ഫിസ്റ്റിൻ്റെ അളവിൽ ആണ് ഇപ്പോൾ ഇരിക്കുന്നത്, അതിൻ്റെ കൈപ്പിടിയിലാണ് ഇപ്പോൾ വേൾഡ് ഈ ഫോണിനകത്തിരിക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഞാൻ കാണുകയുണ്ടായി ആരോ ഒരാളിങ്ങനെ പറയുന്നത് ഡൈ പുവർ അങ്ങനെ പറഞ്ഞിട്ടൊരിത്. അപ്പോൾ നോക്കുമ്പം ഈ കോൺസെപ്റ്റാണ്. പക്ഷെ അവർ പറയുന്ന എക്സ്പീരിയൻസസ് റിച്ച് ആയിട്ട്, ഡൈ പുവർ ബട്ട് എക്സ്പീരിയൻസ് റിച്ച് എന്ന്. അങ്ങനെ ചെയ്യൂ, നിങ്ങൾ കുറച്ച് എക്സ്പീരിയൻസസ് ഗ്യാദർ ചെയ്യൂ, നിങ്ങൾക്ക് ഉള്ള പൈസ വെച്ചിട്ട് നിങ്ങൾ എക്സ്പീരിയൻസസ് ഗ്യാദർ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പറയുന്ന കാരണം ഈ പറഞ്ഞ എൻ്റെ വീഡിയോ ഞാൻ ചെയ്തു, ഇതുപോലെ ഞാൻ ചെയ്തു. നിങ്ങളിങ്ങനെ കുറച്ച് പൈസയൊക്കെ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ സ്പിരിച്വൽ ജേണിക്കൊക്കെ പോകുമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ വേറെ ആരോ പറയണ്ടായിരുന്നു ഇങ്ങനെ, പണ്ട് ഇത് തന്നെയല്ലേ ശ്വേതാ മേനോൻ പറഞ്ഞപ്പോൾ നിങ്ങൾ റിയാക്ട് ചെയ്തത് വേറെ രീതിയിൽ. നോക്കൂ, ഈച്ച് ടൈം ഈച്ച് കോൺസെപ്റ്റ് മാറും അല്ലേ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. ആ കോൺസെപ്റ്റ് അനുസരിച്ചാണ് ഓരോ വീഡിയോസും വരിക. ഞാനിങ്ങനെ അമ്മിക്കഴുവയ്ക്ക് കാറ്റ് പിടിച്ച പോലെ ഒരൊറ്റ കാര്യമേ ഞാൻ പറയാവുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? അല്ലെങ്കിൽ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പഴയ കാലത്തെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഇരിക്കുന്ന ഞാനാണെങ്കിൽ ഇന്നത്തെ കാലത്തെ കുട്ടികൾ എന്നെ കാണുന്നവർക്ക് ബോറടിക്കില്ലേ? ബോറടിക്കുക തന്നെ ചെയ്യും. അവർ സ്കിപ്പ് ചെയ്തിട്ട് പോകും. ഈ ചേച്ചി പറയുന്നൊന്നും ശരിയാവില്ല എന്ന് പറയും. അതേസമയം ഞാൻ ഒരു സമകാലീന പ്രസക്തിയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ രീതിയിൽ അവലോകനം ചെയ്യുമ്പോഴാണല്ലോ ഈ കുഞ്ഞുങ്ങളൊക്കെ വന്നിരുന്ന് എന്നെ കേൾക്കുന്നതും ചേച്ചിയെ ഇഷ്ടമാണ്, ഇൻസ്പിറേഷനാണെന്നൊക്കെ പറയുന്നതും അല്ലേ. അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴാണല്ലോ എനിക്കും നിങ്ങളോട് 10-12 മിനിറ്റ് എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇടാൻ തീരുമാനിച്ച് നല്ല ഭംഗിയായിട്ടൊക്കെ ഒരുങ്ങിയിട്ട് വന്നിരിക്കുന്നത്. ഇതെനിക്കൊരു പ്രചോദനമാണ്. എല്ലാ ദിവസവും ഒരു സമയത്തെങ്കിലും ഇങ്ങനെ വീഡിയോ ഇടണം എന്ന് ഞാൻ തീരുമാനിക്കുന്നതും നിങ്ങളുടെയൊക്കെ ഒരു ഇഷ്ടം കൊണ്ടല്ലേ. സോ ദാറ്റ് ഈസ് വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ യു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് ചെയ്യുന്ന ആൾക്കാരുടെ നിങ്ങൾ ആ ഇൻഫ്ലുവൻസിങ് പാർട്ട് മാത്രം കാണൂ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അവരുടെ ഇതിനകത്ത് എന്തെങ്കിലും നാരേറ്റീവ് വരുമ്പോൾ അത് എടുത്തു വെച്ച് അലക്കല്ലേ. എന്തിനാ അങ്ങനെ അലക്കുന്നത്? അങ്ങനെ അലക്കി കഴിയുമ്പോൾ എവിടെയോ ഇരുന്ന് ഒരു നെഗറ്റീവ് വൈബ്രേഷൻ നമ്മളിലേക്കും ആകർഷിക്കും
ആകർഷിക്കപ്പെടുകയാണ്. സോ ജസ്റ്റ് ഡോണ്ട് ഡൂ ദാറ്റ്. അത് എന്താണ് സംഭവം എന്ന് മാത്രം ഞാൻ ഇന്ന് മനസ്സിലാക്കി വെച്ചു. അത് എല്ലാവരും ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാനും അതിൽ പോയി നോക്കിയത് കേട്ടോ എന്താണെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഏതോ ഒരു ഇൻഫ്ലുവൻസർ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്, ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടത്. അടിവരായിട്ട് നിങ്ങളത് കേൾക്കണം. ഇൻസ്റ്റഗ്രാം വഴി, ഏതോ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ മെസ്സേജസ് വഴി പരിചയപ്പെട്ട ഒരു കുട്ടി. അങ്ങനെയാണ് ആ കല്യാണം നടക്കുന്നത്. ഇത്ര നമ്മളെവിടെയും കാണാത്ത ഏതോ ഒരു മൂലയ്ക്കിരുന്ന് എങ്ങനെയൊക്കെയോ വീഡിയോ ചെയ്യുന്ന ഒരു ആളെ, നല്ല സൗന്ദര്യവതിയായിട്ടിരിക്കുന്ന ഒരു പെണ്ണ്, മീൻസ് ഇതിനകത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പം എന്നെ നേരിട്ട് കാണുമ്പോൾ ഇത്ര ഭംഗി തോന്നണമെന്നില്ല, കാരണം ഇതിനകത്ത് കുറേ ഫിൽറ്റേഴ്സ് ഇട്ട് അത് ചെയ്ത് ഇത് ചെയ്തൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഒരു തോന്നുന്ന ഒരു അട്രാക്ഷനിൽ വന്ന് വീഴുന്ന ഒരു ബന്ധം, അതെങ്ങനത്തെ ബന്ധമായിരിക്കും? ജസ്റ്റ് ഫിസിക്കൽ അപ്പിയറൻസിൽ മാത്രം, മേ ബി കുറച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്ത് നമ്മളുടെ നല്ലത് മാത്രം കാണിച്ചുകൊണ്ടുള്ള ഒരു ബന്ധം ആണ് ഈ ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ വഴി 2-3 മാസം വർത്തമാനം പറഞ്ഞ് പിന്നെ കണ്ട് പിന്നെ അങ്ങനെയാണ് ഈ ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ പരിചയപ്പെട്ട് വിവാഹം കഴിക്കുന്നത്. എല്ലാ സോഷ്യൽ മീഡിയ കണക്ഷൻസും കുഴപ്പമാണ് നല്ലതായിട്ട് പറയണേ. ഇനിയിപ്പോൾ നാളെ എൻ്റെ മകൾ ഇൻസ്റ്റഗ്രാം വഴി ഒരാളെ പരിചയപ്പെട്ട് വന്ന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് നടത്തി കൊടുക്കുകയേ നിർത്തിയുള്ളൂ. ഭാഗ്യത്തിന് അവൾക്ക് ഇൻസ്റ്റഗ്രാമും ഇല്ല, ഫേസ്ബുക്കും ഇല്ല. അതങ്ങനെ ഒരു കുട്ടി, അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പാടില്ല എന്നാണല്ലോ ഇതൊക്കെ. ചിലപ്പോൾ നാളെ അവൾ ഇൻസ്റ്റഗ്രാം തുടങ്ങുകയെ, അതുകൊണ്ട് പിന്നെ അന്ന് പറഞ്ഞതല്ലേ വലിയ ക്യാമറയിലെന്ന് ചോദിക്കും. അതുകൊണ്ട് അതല്ല കേട്ടോ പറഞ്ഞേ, ഇപ്പോഴത്തെ കാര്യം പറയണം. എന്തായിരുന്നു അപ്പോൾ ആ ഇൻഫ്ലുവൻസറിനെ ഇപ്പോൾ ഇരുന്ന് കളിയാക്കണോ ആൾക്കാർ. ഓ എന്തായിരുന്നു, എന്തൊക്കെയാ പറയണേ, മലപ്പുറം കത്തി അത് ഇത് എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗില്ല, അതൊക്കെ പറയണോ ആൾക്കാർ കേട്ടോ. എനിക്ക് സങ്കടം തോന്നി. അവർ തമ്മിൽ എന്തോ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, പിന്നെ അയാൾക്കും ഇങ്ങനത്തെ ബന്ധങ്ങളുണ്ട് എന്നൊക്കെ പറയണം. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു നല്ല സ്റ്റൈലായിട്ട് സ്റ്റോറീസൊക്കെ പോസ്റ്റ് ചെയ്യണ, കണ്ടൻറ്റൊക്കെ പോസ്റ്റ് ചെയ്യണ ചില ആൾക്കാരോട് മിക്കവാറും തന്നെ അധികവും സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് പുരുഷന്മാരോട് കുറച്ചൊരു അട്രാക്ഷൻ വരാൻ സാധ്യതയുണ്ട് ഈ സ്റ്റോറീസൊക്കെ കാണുമ്പോൾ. അതിൽ ചെന്ന് ഈയാമ്പാറ്റ പോലെ വീണ് പെടയാതെ എന്താണ് സംഭവം എന്ന് കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക കുറേ നാൾ. ഒരാളെയും നമുക്ക് സോഷ്യൽ മീഡിയ വഴി ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അങ്ങനത്തെ കുറേ അനുഭവമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും ഒരാളെയും സോഷ്യൽ മീഡിയ വഴി ജഡ്ജ് ചെയ്യരുത്. നമ്മൾ അവരെ വാച്ച് ചെയ്ത് അവരുമായിട്ട് അടുത്ത് ഇടപഴകി അവരുടെ മൂല്യങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഇവരെയൊക്കെ ജീവിത പങ്കാളിയാക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് ഫ്രണ്ടായിട്ട് വെക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യേണ്ടത്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് കേട്ടോ. നിങ്ങൾക്കിതിൽ വേറെ അഭിപ്രായം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ബിക്കോസ് ഇത് കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത്. അവരുടെ വീടിൻ്റെ ബെഡ്റൂമിൻ്റെ അകത്ത് നടന്ന എന്തെങ്കിലും ഒരു മിസ്റ്റേക്കുകൾ കാരണമായിരിക്കും ആ പെൺകുട്ടി ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ആ പയ്യന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവാം. അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് വളരെയധികം തിരുത്തപ്പെടാൻ കഴിയാത്ത എന്തെങ്കിലും സ്വഭാവ വൈകല്യമോ ദൂഷ്യമോ ഒക്കെ ഉണ്ടാകാം. നമുക്കിതൊന്നും അറിയില്ല. നമ്മളിവിടെ ഇരുന്നിട്ട് അങ്ങനെ തന്നെ വേണമെന്ന് ചിലർ പറയുന്നു. പാവം ചെക്കൻ അല്ലെങ്കിൽ പാവം പെണ്ണെന്നുകൊണ്ട് സൈഡ് എടുക്കുന്നു. പ്ലീസ് ഡോണ്ട് ഡൂ ദിസ്. ഇതൊരു ഫാമിലി അഫെയറിലുള്ള കാര്യങ്ങളാണ്. അതായത് ഫാമിലിയുടെ അകത്ത് നടക്കുന്നതാണ്. ജസ്റ്റ് ലീവ് ഇറ്റ് ഓവർ ദർ. നമ്മൾ കുറച്ച് പേര് അല്ലേ എൻ്റെ ഇതിനകത്തുള്ളൊരു 4000 പേരൊക്കെ. നിങ്ങളതങ്ങനത്തെ ഒരു ന്യൂസ് കണ്ടാൽ തന്നെ അതങ്ങ് സ്കിപ്പ് അടിച്ച് കളഞ്ഞേക്ക്, കാണണ്ട. നമ്മളിലേക്ക് ആ വൈബ്രേഷൻ വരണ്ട കേട്ടോ. കേൾക്കില്ലേ ഞാൻ പറയണേ, നിങ്ങൾ കേൾക്കൂലേ? എല്ലാം കേട്ടില്ലെങ്കിലും ഇതൊക്കെ ഒന്ന് കേൾക്കുമെന്ന് എനിക്കറിയാം. നെഗറ്റിവിറ്റീസ് നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനങ്ങനെ പറയണേ. എന്ത് നെഗറ്റിവിറ്റി ഇങ്ങനെ വരുന്നു അതങ്ങോട്ട് ഷൻ ചെയ്ത് കളയാം, പോട്ടെ, നമുക്കത് വേണ്ട എന്നുള്ള മട്ടിൽ. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മൾ കണ്ടിരുന്ന് ചിരിക്കുമ്പോഴേ നാളെ ഒരു ദിവസം നമ്മളെ പാത്രമാക്കിയിട്ട് അവർ ചിരിക്കും ചിലപ്പോൾ. ഈ നിയതി അങ്ങനെയാണ്, കാവ്യനീതി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ചിലപ്പോൾ അങ്ങനെ വന്നേക്കാം അല്ലേ. സോ ദിസ് ഈസ് ഇറ്റ്. ഇന്നത്തെ ടോപ്പിക് ഇതാണ്. സോഷ്യൽ മീഡിയ കണ്ട് മഞ്ഞളിക്കരുത് ആരും. വലിയ എന്താ പറയുക, ഹൈറ്റിൽ പോകുന്നവരും എപ്പോൾ വേണമെങ്കിലും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ ആളുകൾ നമ്മളെ വലിച്ച് താഴെയിട്ട് മൂക്കത്ത് വിരൽ വെച്ച് ചിരിച്ചേക്കാം. പണ്ട് 10-25 പേരാ ചിരിക്കുന്നതെങ്കിൽ ഇന്ന് ആ ചിരിക്കുന്ന ആളുകളുടെ എണ്ണം 25,000-ഉം 2.5 ലക്ഷവും കടക്കും. നമ്മളുടെ ഹൈറ്റ് അനുസരിച്ച്, നമ്മളുടെ റീച്ച് അനുസരിച്ച്, നമ്മൾ എത്രത്തോളം മറ്റുള്ളവരിൽ റീച്ച് ആയിട്ടുണ്ടോ അതനുസരിച്ചിട്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് ജീവിക്കേണ്ടി വരും അല്ലേ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? കമൻറ്റ് ചെയ്യൂട്ടോ. അപ്പോൾ ഈ ടേക്ക് അവേ ഈസ് ദാറ്റ്
സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോമിൽ കാണുന്ന ജീവിതങ്ങൾ കണ്ടിട്ട് അയ്യോന്ന് വെക്കാനും ആഹാന്ന് വെക്കാനും പോവാതെ നമുക്ക് പറ്റുന്നത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ തള്ളിക്കളയുക. ചിയേഴ്സ് കേട്ടോ. ബൈ. ഞാനിപ്പോൾ ഹാഫ് ആൻ അവറിൽ ലൈവ് വരുന്നതായിരിക്കും.